ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഗോതമ്പ് പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സമയമില്ലാത്തവർക്ക് 5 മിനിറ്റ് 8 സെക്കൻഡ് ടൈമിൽ വരെ സ്കിപ്പ് ചെയ്ത് പോവുക. അവിടെ വീഡിയോയുടെ സമ്മറി കാണാം. അത് കണ്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. സമയമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് റെസിപ്പി തയ്യാറാക്കണേ. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈകൊണ്ട് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഉപ്പ് എവിടെയെങ്കിലൊക്കെ പോയി കട്ട പിടിച്ചിരിക്കും. അത് ഒഴിവാക്കാനായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ്. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം വെള്ളം പകുതി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അതിൻ്റെ പാകം ആവണ വരെയും കുഴച്ചെടുക്കണം. മാവ് ഒരു ഇത്തിരി ലൂസായിരിക്കും. നമ്മുടെ ചപ്പാത്തി മാവ് പോലെ കട്ടിയായിട്ടൊന്നും ഇരിക്കില്ല. ഇത്തിരി ലൂസോട് കൂടി തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. അത് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. തിളയ്ക്കുമ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഗോതമ്പ് പൊടിയിൽ ഉപ്പിട്ടാണ് കുഴച്ചേക്കുന്നത്. അത് കൂടാതെ വെള്ളത്തിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ ഉപ്പ് കുറയാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ കിള്ളി കിള്ളി ഇട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ട് അല്ലെങ്കിൽ 2 കൈ കൊണ്ട് നമുക്ക് ഇതേപോലെ വേഗം വേഗം കിള്ളി ഇടാം കേട്ടോ. ഇതായിരിക്കും എളുപ്പം. 2 കൈ കൊണ്ട് വേഗം വേഗം കിള്ളിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവെല്ലാം ഇവിടെ കിള്ളിയിട്ട് കഴിഞ്ഞു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മാവ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാവ് കുതിർന്നു പോകും വെള്ളത്തിൽ. ഇപ്പം ദേ ഒന്നും അടി പിടിക്കാണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ടെല്ലാം. ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം. പെട്ടെന്ന് വേകും കേട്ടോ. ഒത്തിരി വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗോതമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പം തന്നെ വെന്ത് കിട്ടും. ഇപ്പം ദേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ടകളെല്ലാം നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ കോരി എടുത്താൽ മതി. അപ്പം ഞാനിത് മുഴുവനും ഇതേപോലെ കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഉള്ളി മുളക് ചതയ്ക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തൊലി കളഞ്ഞ ഉള്ളിയും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയോ ഒരു ഫ്രൈ പാനോ ഏതായാലും കുഴപ്പമില്ല. അതൊന്ന് അടുപ്പത്തേക്ക് വെക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മുരിയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി മുരിയണ്ട. ഒന്ന് സോഫ്റ്റായിട്ട് മുരിയും വേണം, എന്നൊരിത്തിരി സോഫ്റ്റായിട്ട് കിടക്കുകയും വേണം. ആ രീതിക്കാണ് ഒന്ന് മുരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ഉണ്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എണ്ണയും മുളകും എല്ലാം എല്ലായിടത്തേക്കും ഒന്ന് ആവണത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഉണ്ടയൊക്കെ ഒന്നൊരു ഇച്ചിരി മൊരിഞ്ഞു മൊരിഞ്ഞു വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഇനി ആ ഗ്യാസ് ഓഫാക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു തവണയെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. മുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം. ഒരു ഉണക്കമുളകിന് സ്വതവേ ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും. അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 4 ഉണക്കമുളകാണ് എടുത്തത്. എരിവ് കുറച്ച് മതി എന്നുള്ളവർ 2 മുളക് എടുത്താൽ മതി. ഇപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഈ വീഡിയോ ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കാണണം എന്നുള്ളവർക്ക് അത് കാണാം.
2 ഗ്ലാസ് ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ മാവ് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കിള്ളിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഉണ്ടകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഉള്ളിയും മുളകും ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വാട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയാവും. ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്